നിങ്ങൾ പിൻവാങ്ങണം. ഡോക്ടർ വിനയ് ഗോയൽ ഡയറക്ടർ വളരെ പ്ലീസിംഗ് ആയിട്ട് പറയുന്നു, ഈ സമരത്തിൽ നിങ്ങൾ പിൻവാങ്ങണം. അതാണ് അവർക്ക് ആകെ പറയാനുള്ള ഒരേ ഒരു കാര്യം. ഈ സമരം മതിയാക്കി പോകണം. വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതൊന്നും നടപ്പിലാക്കി സർക്കാരിന് സമയം കൊടുക്കണം. അത് എത്ര നാൾ ഞങ്ങൾ ചോദിച്ചു. 2021 പ്രകടന പത്രികയിൽ പറഞ്ഞിരിക്കുന്ന ഏറ്റവും മിനിമം ഓണറേറിയം 700 രൂപ പ്രതിദിനം എന്നതാണ് ഞങ്ങൾ ചോദിച്ചിരിക്കുന്നത്. 4 വർഷം കഴിഞ്ഞു. ഇനി എപ്പോഴാണ് ഞങ്ങൾ സമയം കൊടുക്കേണ്ടത് ചോദിക്കുമ്പോൾ ഇനിയും സമയം കൊടുക്കണം. സർക്കാരിൻ്റെ ഖജനാവിൽ പണം വരട്ടെ, അപ്പോൾ തരാമെന്നാണ് മറ്റൊരു ഉദ്യോഗസ്ഥൻ അഭിപ്രായപ്പെട്ടത്. നമുക്കത് കേൾക്കേണ്ട കാര്യം ഞങ്ങൾ പറഞ്ഞു. നമ്മളത് എല്ലാ ദിവസവും മാധ്യമങ്ങളിലൂടെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നൊരു വിഷയമാണ്. പക്ഷേ എന്താണെങ്കിലും ഏറ്റവും ഒടുവിൽ മന്ത്രിയുമായിട്ട് ചർച്ച നടത്താനുള്ളൊരു അവസരം ഉണ്ടാക്കാമെന്ന് പറഞ്ഞാണ് ഇന്നിപ്പോൾ ഇത് അവസാനിപ്പിച്ചത്. അതെ, സർക്കാരിൻ്റെ ഖജനാവ് കാലിയാണെന്നുള്ളത് തന്നെയാണ് ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മളാണ് സമയം കൊടുക്കേണ്ടത്. നിങ്ങൾക്ക് ക്രമാനുഗതമായി വർദ്ധിക്കുന്നുണ്ടല്ലോ. നിങ്ങൾ 500 രൂപയിൽ നിന്ന് അല്ലെങ്കിൽ 100 രൂപയിൽ നിന്ന് ഇപ്പോൾ വർദ്ധിച്ച് 7000-ൽ എത്തിയില്ലേ? അതുകൊണ്ട് ഇനിയും അത് ക്രമാനുഗതമായി വർദ്ധിക്കും. ഇങ്ങനെയുള്ള അഭിപ്രായങ്ങളാണ് നമ്മുടെ മേലധികാരികൾ പറഞ്ഞത്. അപ്പോൾ തീർച്ചയായിട്ടും സമരം ശക്തമായി പോവും. നാളെ രാവിലെ 11 മണിക്ക് അനിശ്ചിതകാല നിരാഹാര സമരം ആരംഭിക്കും. ആശാവർക്കർമാർ ധാരാളമായി ഈ നിരാഹാര സമരത്തിൽ പങ്കെടുക്കാനായിട്ട് തയ്യാറായി. അവരുടെ പേരും ഡീറ്റെയിൽസും ഇതിനോടകം തന്നു കഴിഞ്ഞു. ഞങ്ങളത് വൈകുന്നേരത്തോടുകൂടി, കാരണം ആദ്യം കിടക്കുന്ന ആളുകളെ സംബന്ധിച്ച് ഒരു നറുക്കെടുപ്പ് തന്നെ വേണ്ടി വരും എന്നുള്ളതാണ് ഞങ്ങൾക്ക് മനസ്സിലാവുന്നത്. കാരണം അത്രയേറെ ആശാവർക്കർമാരാണ് അതിനുവേണ്ടി തയ്യാറെടുത്തിരിക്കുന്നത്. മുഴുവൻ ആശാവർക്കർമാർ സംസാരിച്ചു. ഓരോരുത്തരുടെയും ജീവിത പ്രാരാബ്ധങ്ങൾ അവിടെ വിശദീകരിച്ചു. ആ പന്തലിരിക്കുന്ന 99% ആശാവർക്കർമാരുടെയും ജീവിത പ്രാരാബ്ധങ്ങളുടെ റെപ്രസെൻറ്റേറ്റീവ്സാണ് ഇന്നിവിടെ വന്നത്. അതൊക്കെ അവർ അഡ്മിറ്റ് ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഒക്കെ ഞങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെന്ന് പറയുന്ന മാത്രയിൽ തന്നെ സർക്കാരിന് സമയം കൊടുക്കണം എന്നാണ് പറയുന്നത്. അത് നമുക്ക് അംഗീകരിക്കാൻ പറ്റില്ല. ഞങ്ങളുടെ മുന്നിൽ സർക്കാരിൻ്റെ ഖജനാവ് നിറഞ്ഞു കവിഞ്ഞു കിടക്കുകയാണ്. ചോദിക്കാതെ ആളുകൾക്ക് ലക്ഷങ്ങൾ കൊടുക്കുന്നൊരു, ഞങ്ങളുടെ സമരം തുടങ്ങിയതിന് ശേഷം തന്നെ ചോദിക്കാതെ തന്നെ ആളുകൾക്ക് കൊടുക്കുന്നൊരു സാഹചര്യം കാണുന്നുണ്ട്. അതുകൊണ്ട് ഞങ്ങളുടെ മുന്നിൽ ഖജനാവൊന്നും കാലിയല്ല. ആശാവർക്കർമാർക്ക് ഒരു ഓണറേറിയ മിനിമം തുക, ഈ കേരളത്തിൽ ജീവിക്കാനുള്ള ഏറ്റവും മിനിമം തുക ചോദിക്കുമ്പോൾ മാത്രമാണ് ഖജനാവിൻ്റെ വളരെ ദയനീയ സ്ഥിതിയെക്കുറിച്ച് പറയുന്നത്. അപ്പോൾ അത് ഞങ്ങൾ സ്വീകരിക്കുന്നില്ല. ഇല്ല, ഏറ്റവും എളുപ്പത്തിൽ തന്നെ അതിന് വേണ്ടുന്ന ഒരു അവസരം ഉണ്ടാക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ നിന്ന് റിക്വസ്റ്റ് പോവും. ഉടനെ തന്നെ NHM ഡയറക്ടർ വിനയ് ഗോയൽ സാർ അതിന് വേണ്ടിയിട്ട് ശ്രമിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിനെ ഞങ്ങൾ വളരെ പോസിറ്റീവായിട്ട് കാണും. ഇവിടെ ഡോക്ടർ വിനയ് ഗോയൽ NHM ഡയറക്ടർ, ഡോക്ടർ ബിജോയ്, അദ്ദേഹം സ്റ്റേറ്റ് പ്രോഗ്രാം മാനേജറാണ്, ഡോക്ടർ എബി, അതോടെ അതിൻ്റെ NHMൻ്റെ ഇവിടുത്തെ ഉദ്യോഗസ്ഥ ശ്രീമതി സീന, പിന്നെ അവിടെ ഓഫീസ് ഡോക്ടർ രാഹുൽ, പിന്നെ അവിടെ ഓഫീസ് ശരി.